വിവരങ്ങളുമായി കോന്നി ചെങ്കളം പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറക്കെട്ടിടിഞ്ഞു വീണ് 2 പേർ കുടുങ്ങിയിരിക്കുന്നു. ഹിറ്റാച്ചി ഡ്രൈവറും സഹായിയുമാണ് ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിയത്. ഒഡീഷ സ്വദേശികളായ അജയ് റായ്, മഹാദേവ എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ശശിനാരായണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് കാണാം ദൃശ്യങ്ങളിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറ വീണ് കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? രേണുക, രക്ഷാപ്രവർത്തന ശ്രമം നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പാറമടയിലുള്ളത്. എന്തായാലും നടക്കുന്നില്ല. കാരണം ഈ പാറമട വലിയൊരു പാറമടയാണ്. ആ പാറമടയിലെ ഉള്ളില് ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് വലിയ പാറക്കെട്ടുകൾ അടർന്നു വീഴുകയാണ് ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ആ പാറ മാറ്റിയെങ്കിൽ മാത്രമേ ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 2 പേരെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. ഒരു ഹിറ്റാച്ചി ഓപ്പറേറ്റർ ഒഡീഷ സ്വദേശിയായ അജയ് റായ്, ഒപ്പം സഹായിയായ ബീഹാർ സ്വദേശിയായ മഹാദേവ് എന്നിവരാണ്. 2 പേരും ഈ ഹിറ്റാച്ചിക്കുള്ളിൽ ഉണ്ടെന്നാണ് നിഗമനം നമുക്കുള്ളത്. എന്തായാലും അവര് ഈ രക്ഷാപ്രവർത്തനം വേണ്ടി ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം കുന്നിന്റെ മേളിൽ പാറ ഇടിഞ്ഞു വരാൻ ഇനിയും സാധ്യതയുണ്ട്. ഒപ്പം വലിയ പാറക്കല്ലുകൾ വീണ് ഹിറ്റാച്ചി പൂർണ്ണമായി തകർന്ന് ഇരിക്കുന്ന അവസ്ഥ. ഇതുവരെയും അത്തരം ആ പാറക്കല്ലുകളൊന്നും മാറ്റാനോ അതെടുത്ത് അവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്താനോ ഫയർഫോഴ്സിന് കഴിയുന്നില്ല. അത്രയ്ക്ക് ദുർഘടമായ ഒരവസ്ഥയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയൊരു പാറക്കോറിയാണിതുള്ളത്. വലിയ അപകടകരമായ സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഈ താഴെ ഇറങ്ങി ഈ പാറ മാറ്റിയെങ്കിൽ മാത്രമേ ഈ ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങി കിടക്കുന്ന 2 പേരെയും പുറത്തെടുക്കാൻ കഴിയുള്ളൂ നിഗമനമുള്ള. 2 പേരുടെയും അവസ്ഥ എന്താണെന്ന് കൃത്യമായി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പൂർണ്ണമായി ഹിറ്റാച്ചി തകർന്നിരിക്കുന്നു. എന്തായാലും മുകളിൽ നിന്ന് പാറ ഇപ്പോഴും ഈ അടുത്ത സമയം ഇപ്പൊ തന്നെ ഈ ഫയർഫോഴ്സുകാർ ഇറങ്ങുന്ന സമയത്ത് തന്നെ പാറ ഇടിഞ്ഞു വരുന്നൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായി. എന്തായാലും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ ഈ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന 2 പേരെയും ഹിറ്റാച്ചിയുടെ ഡ്രൈവറെയും ഒപ്പം ഓപ്പറേറ്ററെയും ഒപ്പം സഹായിയും പുറത്തെടുക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ശ്രമമാണ്. പക്ഷെ എന്ത് ചെയ്യും എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഉള്ളത്. ഫയർഫോഴ്സ് ഇവിടെ വന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇത്രയും സംഭവം. അതിനുശേഷം ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഈ പാറക്കല്ലുകൾ വലിയ കൂറ്റം പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകൾ ഇതിന്റെ പുറത്തുനിന്ന് എടുത്ത് മാറ്റുക എന്ന് പറയുന്ന ആയാസകരമായ ഏത് തരത്തിൽ മാറ്റാൻ കഴിയുമെന്നുള്ളൊരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി നിന്ന് ജോലി ചെയ്താലും മേളിൽ നിന്ന് വീണ്ടും പാറ ഇടിഞ്ഞു. അവിടെ യന്ത്ര സാമഗ്രികൾ എത്തിക്കുക ബുദ്ധിമുട്ടാണോ? അങ്ങനെ നീക്കം ചെയ്യാൻ കഴിയില്ല. മനുഷ്യനെ കൊണ്ട് നീക്കാൻ പറ്റുന്ന തരത്തിലുമല്ല പാറക്കെട്ട്, അല്ലേ? തീർച്ചയായും രേണുക, യന്ത്ര സാമഗ്രികൾ കൊണ്ടുവന്നാൽ തന്നെ അത് അവിടെ താഴത്തെ ഇത്രയും ഒരു അഗാധമായ കുഴി പോലെയാണ് ഈ പാറ കോറി ഉള്ളത്. ആ തട്ടുതട്ടായിട്ടുള്ളൊരു പാറ കോറിയാണ്. അപ്പൊ അതിനകത്ത് യന്ത്രം ഇറക്കി ഈ പാറ ഉയർത്തി മാറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായ കാര്യമാണ്. അത്തരത്തിൽ നടക്കാൻ തന്നെ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളും ഒപ്പം ഫയർഫോഴ്സും ഈ സ്ഥലത്ത് വന്ന് ഇത് എങ്ങനെ ഇത് എടുത്ത് മാറ്റുമെന്നുള്ള കുറിച്ച് ആലോചിക്കുകയാണ്. കാരണം രക്ഷാപ്രവർത്തനം ഈ വലിയ കൂറ്റം പാറക്കല്ലുകൾ എടുത്ത് അവിടുന്ന് ഈ ഹിറ്റാച്ചിയുടെ മുകളിൽ നിന്ന് എടുത്തു മാറണം. അതിനുള്ള ഉപകരണങ്ങൾ അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ അസാധ്യകരമായ കാര്യമാണ്. മനുഷ്യനെ കൊണ്ട് ഇതെടുത്ത് മാറ്റാനും കഴിയില്ല. അത്തരത്തിൽ വലിയ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. 2:30-ക്ക് ശേഷം ആണ് ഈ സംഭവം. 2 മണിക്ക് ശേഷമാണ് ഇത്തരം അപകടം നടക്കുന്നത്. അതിനുശേഷം ഇവിടെ ഫയർഫോഴ്സ് ആ സമയത്ത് പോലീസും എത്തിയിട്ടുണ്ട്, പ്രദേശവാസികളും എത്തിയിട്ടുണ്ട്, അവിടെ തൊഴിലാളികളുമുണ്ട്. പക്ഷേ ഇതുവരെ ആ താഴെ ഇറങ്ങി ഈ ഹിറ്റാച്ചിയുടെ മുകളിൽ കിടക്കുന്ന പാറ എടുത്ത് മാറ്റുന്നതിന് മറ്റു കാര്യങ്ങൾക്കോ ചെയ്യുന്നതിന് യാതൊരുവിധ സാഹചര്യമില്ല. കാരണം ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് പ്രധാന വിഷയം. കാരണം മഴ പെയ്ത് മുകൾവശം മണ്ണ് പാറയും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. താഴെ ഇറങ്ങി നിന്ന് ഈ പാറ എടുത്ത് മാറ്റുക. അങ്ങനെ ഒരു കാലാവസ്ഥ പ്രതിസന്ധിയാണോ ഇപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ചത്? അതോ അശാസ്ത്രീയമായ ഖനനമാണോ അവിടെ നടക്കുന്നത്? ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നമൊക്കെ ആയിരുന്നുവെങ്കിൽ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, അത് അവഗണിച്ചുകൊണ്ടാണോ ഇന്ന് പാറ പൊട്ടിക്കൽ ഉൾപ്പെടെ അവിടെ നടന്നത്? രേണുക, കാലാവസ്ഥയുടെ പ്രശ്നം മാത്രമല്ല, വലിയ കാലാവസ്ഥ കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ഈ പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടെന്നാണ് ഈ പാറമടക്കാർ പറയുന്നത്. പക്ഷേ അശാസ്ത്രീയമായ പാറ പൊട്ടിക്കൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രീയമല്ലാത്ത തരത്തിലാണ് തട്ടുതട്ടായിട്ടുള്ള പാറ പൊട്ടിച്ച് മുകളിലോട്ട് പോകുന്നതിന് പകരം അത്തരം ഒരു ക്രമീകരണമില്ലാതെ പാറ പൊട്ടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മേളിൽ നിന്ന് പാറ ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആളുകളും അത്തരത്തിലുള്ള പരാതികൾ പറയുന്നു പഞ്ചായത്തിനെതിരെയും അതുപോലെ തന്നെ ഈ പാറമട ഉടമയ്ക്കെതിരെയും ശക്തമായ പ്രതിഷേധം കൂടി ഇപ്പോൾ ഇവിടെ എത്തിയ ആളുകൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അശാസ്ത്രീയമായ ഒരു പൊട്ടിക്കൽ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഈ 2 തൊഴിലാളികളെ ഈ ഹിറ്റാച്ചിക്കുള്ളിൽ നിന്ന് പുറത്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ കാര്യമാണ്. അതിനുള്ള ശ്രമം ഏത് തരത്തിൽ ഹിറ്റാച്ചിയുടെ അടുത്ത് എത്താൻ കഴിയുമെന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. ആ തരത്തിൽ
രക്ഷാപ്രവർത്തനം നടത്താനൊരു ഇതുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും വളരെ ഗുരുതരമായി പരിക്കേറ്റവരാണ്. എന്താണ് അവരുടെ അവസ്ഥ എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല. അവരെ പുറത്ത് കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പാറ പൂർണ്ണമായും ഹിറ്റാച്ചി പുറത്ത് കാണാത്ത രീതിയിൽ പാറ പൂർണ്ണമായും മേളിൽ വീണ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വലിയ കൂറ്റൻ പാറക്കല്ലുകൾ മനുഷ്യനിർമ്മിതം എടുത്ത് മാറ്റാനും കഴിയില്ല. അതുകൊണ്ടാണ് വലിയ പ്രയാസം അവർക്കുള്ളത്. അതുകൊണ്ട് ഏത് തരമാണെന്ന് അങ്ങേറ്റം ദുഃഖകരമായ സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനം പോലും സാധ്യമാകുന്നില്ല. 2 ജീവനുകൾ അതിന് ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോഴും അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് പോലും എത്താൻ കഴിയാത്ത സാഹചര്യം. യന്ത്രസാമഗ്രികളുടെ സഹായമില്ലാതെ പാറ പൊക്കി മാറ്റി വണ്ടി പുറത്തെടുക്കുക എന്നത് സാധ്യമല്ല. അവിടേക്ക് പക്ഷേ അങ്ങനെയുള്ള യന്ത്രസാമഗ്രികൾ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. കൂടുതൽ പാറ പൊട്ടി വീഴുമോ എന്ന ആശങ്കയുണ്ട്. അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യമാണ്. 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒഡീഷ സ്വദേശികളാണ് ഇവർ. അജയ് റായ്, മഹാദേവ എന്നിവർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് വിവരം. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശശിനാരായണൻ, ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ശശിനാരായണൻ